നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വഭാവശുദ്ധിയില്ലാത്തയാളെ മന്ത്രിയാക്കിയാൽ വെളുക്കാൻ തെച്ചത് പാണ്ടാകുമെന്ന SNDP യോഗം, SN ട്രസ്റ്റ് എന്നിവയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. വെള്ളാപ്പള്ളി നടേശന് പരോക്ഷമായ മറുപടിയാണ് KB ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത്. ശാശ്വതീകാനന്ദ സ്വാമി സിംഹാസനത്തിലിരുത്തിയവർ അവിടെ മലീമസമാക്കുന്നുവെന്നാണ് ഗണേഷ് കുമാർ തുറന്നടിച്ചത്. അവരുടെ സംസ്കാരത്തിനനുസരിച്ച് മറുപടി പറയുന്നില്ല എന്നും മന്ത്രി പ്രതികരിച്ചു. ശാശ്വതീകാനന്ദ സ്വാമിയോട് നന്ദി കാണിക്കേണ്ട ചിലർ നന്ദി കാണിച്ചിട്ടില്ല. ശാശ്വതീകാനന്ദ സ്വാമി സിംഹാസനത്തിൽ ഇരുത്തി കൊടുത്തവർ അതിലിരുന്ന് തന്നെ പുലഭ്യം പറഞ്ഞ് മലീമസമാക്കുകയാണ്. അവരോട് പറയാനുള്ളത് നിന്റെ അച്ഛനല്ല എൻ്റെ അച്ഛൻ എന്ന സിനിമാ ഡയലോഗാണെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള കോൺഗ്രസ് B യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഗണേഷ് കുമാർ. തന്റെ സ്വഭാവശുദ്ധി ചോദ്യം ചെയ്ത് വെള്ളാപ്പള്ളി മുമ്പ് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശ്രീനാരായണ ഏകീകരണ പിന്നാക്ക സംഘടനകളുടെ കേരള കോൺഗ്രസ് B ലയന സമ്മേളനത്തിലായിരുന്നു ഗണേഷ് കുമാർ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്നടിച്ചത്. അതേസമയം മറ്റൊരു വാർത്ത നോക്കാം. മൈക്രോ ഫിനാൻസ് കേസിൽ വെള്ളാപ്പള്ളി നടേശന് വിജിലൻസിന്റെ ക്ലീൻ ചീറ്റ്. ഇടപാടിൽ ക്രമക്കേടില്ലെന്ന് ചൂണ്ടിക്കാട്ടി വിജിലൻസ് തൃശൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം. കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദന് നോട്ടീസ് അയച്ചിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കിയായിരുന്നു കേസെടുത്തത്. SNDP യൂണിയന്റെ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് ഇടപാടിൽ 15 കോടിയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു പരാതി. പിന്നാക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകിയ തട്ടിപ്പ് നടത്തിയെന്നും വിജിലൻസ് കോടതി നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു. മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 54 കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ റിപ്പോർട്ടുകളും കോടതിയിലെത്തിക്കും. മൈക്രോ ഫിനാൻസ് കേസിൽ വിജിലൻസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങിയപ്പോൾ VS അച്യുതാനന്ദൻ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വെള്ളാപ്പള്ളിക്കെതിരെ തെളിവുണ്ടെന്നും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്നും ആദ്യഘട്ടത്തിൽ അറിയിച്ച വിജിലൻസ് ആണ് തെളിവില്ലെന്ന് കോടതിയെ അറിയിച്ചത്. എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.